സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 36 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലബാർ ജില്ലകളിലാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത്. രാത്രി 25 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. സാധാരണഗതിയിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ചൂട് കനക്കുന്നതെങ്കിൽ ഇത്തവണ നേരത്തെ ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. വേനൽ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പശ്ചിമ കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് പൂർണ്ണ പരിഹാരം കാണാനാകാതെ ജല അതോറിറ്റി. പിറവം പാഴൂരിൽ നിന്നുള്ള കുടിവെള്ള വിതരണം ഇനിയും വൈകും. ഇന്ന് നടത്താനിരുന്ന രണ്ടാം മോട്ടോറിന്റെ ട്രയൽ റൺ മാറ്റിവെച്ചു. തിങ്കളാഴ്ച ട്രയൽ റൺ നടത്തുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ഉടൻ പരിഹാരമാകുമെന്ന ആശ്വാസവാക്കുകളെല്ലാം പാഴായിരിക്കുകയാണ്. പാഴൂരിൽ നിന്നുള്ള കുടിവെള്ള വിതരണം വൈകുമെന്നതിനാലാണിത്. ഇന്ന് നടത്താനിരുന്ന രണ്ടാം മോട്ടോറിന്റെ ട്രയൽ റൺ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. മൂന്നാം മോട്ടോറിന്റെ ട്രയൽ റൺ വെള്ളിയാഴ്ച നടക്കും. ഇതോടെ സുഗമമായി കുടിവെള്ളം ലഭിക്കാൻ കൊച്ചിക്കാർ ഇനിയും കാത്തിരിക്കണം. അതേസമയം പശ്ചിമ കൊച്ചിയിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാൻ ജില്ലാ ഭരണകൂടം കൺട്രോൾ റൂം തുറന്നു. ഫോർട്ട് കൊച്ചി വെളി മൈതാനത്താണ് കൺട്രോൾ റൂം. മരടിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ വിതരണം ചെയ്യുക. വലിയ ടാങ്കറുകളിൽ എത്തുന്ന വെള്ളം ചെറിയ ടാങ്കർ ലോറികളിലേക്ക് മാറ്റി പശ്ചിമ കൊച്ചിയുടെ എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൺട്രോൾ റൂമിൽ നിന്ന് ഏകോപിപ്പിക്കും.